കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു, അതുക്കപ്പുറം പലതും നടന്നു. ഫസ്റ്റ് എപ്പിസോഡിന്റെ ലിങ്ക് ഞാൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ ടാഗ് ചെയ്ത് വെച്ചേക്കാം. സുരക്ഷിതമായിട്ട് ഞാൻ കമന്റിൽ ടാഗ് ചെയ്തേക്കാം. കൊച്ചിറക്ക, നീ ഇവിടെ ശ്രദ്ധിക്കേ. ഓ, ഇതാണ് നിന്റെ മെറ്റിൽഡ, ഇതാണ് നിന്റെ സീമ. എടാ ജീന മതിയടാ, ഈ സീമ എന്റെ ആന്റിമാർക്ക് പോലും ഇല്ല അങ്ങനത്തെ പേര്. നീ നിന്റെ പെണ്ണുമ്പിള്ളാരെ സീമാന്നോ ജ്യോതികാന്നോ തമന്നാന്നോ എന്നാന്ന് വെച്ചാൽ വിളിക്കുക. ചെറുക്ക, വളരെ തുച്ഛമായ വിലക്കാണ് ഞാൻ നിനക്ക് ഈ ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പൊ നീ ഇരുന്ന് ഉഴപ്പുന്നോ? എടാ, ഐ എം നോട്ട് എ ഹസ്ബൻഡ് മെറ്റീരിയൽ, അതുകൊണ്ടല്ല നിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു വന്ന്. എടാ, നീ മെറ്റിൽഡേനെ എങ്ങനെയാണോ കെയർ ചെയ്ത് അതുപോലെ ചെയ്താൽ മതി. അതിന് ഞാൻ അവളെ എന്തോ ചെയ്തു? വെറുതെ അല്ല അവൾ ഇട്ടേച്ചു പോയത്. കല്യാണം ഒന്നും നടപടിയാവുന്ന കേസ്. എടാ, നീ ഒരു കാര്യം ചെയ്യും, ഫസ്റ്റ് തന്നെ നീ ഒരു ഡേറ്റിങ്ങിന് പോകും. അല്ലടാ, ഇപ്പൊ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് വേറെ പെണ്ണിനെയും കൊണ്ട് ഡേറ്റിങ്ങിനൊക്കെ പോയിന്ന് പറഞ്ഞാ ഞാൻ സമ്മതിച്ചു. നീ ഐൻസ്റ്റീന് വാപ്പച്ചി, ന്യൂട്ടന് വെല്ലുപ്പാപ്പ. എന്റെ പൊന്നടാ, നിന്നോട് നിന്റെ പെണ്ണും പിള്ളേനെ കൊണ്ട് ഡേറ്റിങ്ങിന് പോകാനാ പറഞ്ഞേ. ഓ, അതായിരുന്നോ? നിന്റെ ഫോണിങ്ങിതാ. എന്തിനാ? അയ്യോ, ഇത് എന്തോന്നടാ നിന്റെ ഇൻസ്റ്റാ ഫീഡ്. അത് വിട്. നീ എന്തുവാ പേര് സേവ് ചെയ്തേക്കണം അവളുടെ? ജീന. നാളെ ഡേറ്റിങ്ങിന് പോയാലോ എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വരുവാണെ വിളിച്ചോണ്ട് പോക്കണം. എടാ, ഇനി എങ്ങാനും വന്നില്ലല്ലോ? വരാതിരിക്കില്ല കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. വരൂടാ. വരുമായിരിക്കൂലേ? വരുന്നിടത്ത് വെച്ച് കാണാം. 1.5 വരവായ്പ്. എങ്ങനെ ഇരുന്ന ലിപ്സ? കയ്യിലിരിപ്പിന്റെയാ. എടാ ഇറക്ക, നീ നിന്റെ കാര്യം നോക്കടാ. ഓരോന്ന് ഒപ്പിച്ചു വെക്കും, അവസാനം ഞാൻ തന്നെ വേണം ഇതിൽ നിന്നൊക്കെ ഊരിയെടുക്കാൻ. പിന്നെ നിനക്കെന്താ വേറെ പണി? ആ ഡയറക്ടർ ആ പെണ്ണുമ്പിള്ളയുടെ കാല് പിടിച്ചോണ്ടാണ് ഇപ്പൊ കേസ് ഇല്ലാതിരിക്കുന്നത്. എന്ത് കേസ്? നിങ്ങൾ എന്തിനാ ആ ജൂനിയെ പിടിച്ച് ഉമ്മ വെച്ചേ? അതാ സീനിയർ ഇല്ലാത്തതല്ലേ? ഇപ്പൊ എനിക്കിട്ട് കിട്ടിയതൊന്നും ഒന്നുമല്ലേ? അല്ല, അതുപോലെയാണോ? ഒരു മനുഷ്യന് ഇങ്ങനെ എടുത്തിട്ട് അടിക്കാവോ? അടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നീച്ച പറഞ്ഞ അടി. അതൊരു കയ്യബദ്ധം പറ്റിയതല്ലേ? ഇവിടെ നിന്ന് അടി കൊണ്ട് തെറിച്ചു പോയ എന്റെ പല്ലേ അങ്ങ് ഗീതയുടെ ഓർമ്മീന്നാ ഞാൻ എടുത്തോണ്ട് വന്നേ. ഗീതയുടെ ഓർമ്മീന്നോ? എന്തോ പറഞ്ഞിട്ട്? അജയ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്റെ പൊന്നു മനുഷ്യ നമിച്ച്. ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാ? സീനാണ്. അലങ്കൃത ഷിപ്പേഴ്സ് പിന്നെയും പൊങ്ങിയിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞില്ലേ? നിങ്ങളെ തമ്മി കെട്ടിച്ചേ അതുങ്ങൾ നിർത്തുള്ളൂ. എടാ, ഞാനും ജൂണിയും നല്ല കോംബോ വേണം. അടുത്ത വള്ളി. നീ ചുമ്മാ പറയടാ. വലിയ കുഴപ്പമൊന്നും ഇല്ല. ജിന്നെ ഷോട്ട് റെഡി ആയിട്ടുണ്ട്. ഡയറക്ടർ പറ, ഞാനും ജൂണിയും തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയുണ്ട്? അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? വേൾഡ് വൈഡ് ഹാൻഡ്സോൺ ഡിംപിൾ ക്യൂനും തമ്മിലുള്ള കെമിസ്ട്രി അതൊന്നൊന്നര കെമിസ്ട്രി തന്നെയാണ് അല്ലേ സാറേ? യെസ്, ഓഫ് കോഴ്സ്. കാണിക്കുന്ന മുഴുവൻ ബയോളജി ആണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി അതൊന്നൊന്നര ഫിസിക്സ് തന്നെയാണ്. മണി ഡയറക്ടർ എന്നാട്ടോ, ഞാൻ വന്നേക്കാം. അതെ, വേഗം വന്നേക്കണം കേട്ടോ. എടാ സൂബിനെ, നിനക്കറിയാവുന്ന ഏതെങ്കിലും പാപ്പരാസിസിനെ വിളിച്ചു പറ. എന്ത്? ജിന്നും ജൂനിയർ റിലേഷനിലാണ്. അയ്യോ, അതൊക്കെ മോശമല്ലേ? എടാ, അത് റിയൽ അല്ലല്ലോ. പിന്നെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? എടാ, ഇപ്പൊ ഇങ്ങനെ ഒരു ഗോസിപ്പ് പറയ്ക്ക, എന്നെ അലങ്കൃതനെ വെച്ചിട്ടുള്ള ഷിപ്പ് താഴെ പൊക്കോളൂ. എന്റെ കർത്താവേ, വള്ളിക്ക് മേലെ വള്ളി. പറ്റുവാണെ ഞങ്ങൾ തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കും. നിന്നെ കൊണ്ട് പറ്റുവടാ. സാർ, 26 വയസ്സ്. ഇവിടെ ബിഗ് ഹിറ്റ്സ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. വീട് പത്തനംതിട്ടയിലാണ്. അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. പിന്നെ SSLCക്ക് 96, +2 86, ഡിഗ്രി BSc നഴ്സിംഗ് കോയമ്പത്തൂരാ പഠിച്ചത്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സിംഗിൾ ആണ്. നേരത്തെ ഒരാളുണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയി. ആള് പത്തനംതിട്ടക്കാരനായിരുന്നു, ഇപ്പൊ ജർമ്മനി സെറ്റിലായി. അടിപൊളി. ആ കൊച്ചിന്റെ പേരെങ്കിലും ഒന്ന് പറയാവോ? ഓ സോറി സാർ, തെന്നൽ വർഗീസ്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഗൈനക്കിൽ ഞാനെന്തോ കാണിക്കാനാടോ? അതും നേരാണല്ലോ. അല്ല സാറെന്തിനാ ഗൈനക്കി കാണിക്കുന്നത്? അല്ല, അതിപ്പോ താനൊരു കാര്യം ചെയ്യും, അവിടെ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് റെഡിയാക്ക്. ഗൈനക്കിലോ? വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് റെഡിയാക്ക്. ഓക്കെ സാർ. ആ പെണ്ണിനെ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാ കഷ്ടം ഇവനെ പറഞ്ഞു മനസ്സിലാക്കാൻ. നീ കഴിച്ചോടി? നീങ്ക കഴിച്ചു. എന്നാ? അതൊന്നുമില്ല ചാമി. എന്നതാ കാര്യം പറ. എന്നവോ ഇവങ്ക ആരും നമ്പ മുടിയല. அவங்க யாரும் இல்ல அங்கே. அக்கா ஷாப்பிங் போயிட்டேன். എന്താ നീ പോവാത്തെ? അതൊന്നുമില്ല ചാമി, എനിക്കുന്നെ പാക്കണം പോലെ ഇരുந்தேன். அது சரி. என்னங்க இப்படி சிரிக்கிறாய்? ஒன்னும் என்ற பொண்ணாச்சி. இவங்க யாரும் நம்ம மாதிரி இல்ல, எப்பவுமே கிண்டல் பண்ணிட்டு இருக்குது. அப்படியா? எனக்கு எப்பவுமே உன்னோட நினப்பு மட்டும்தான். நான் என்ன பண்ண முடியும்? நெக்ஸ்ட் வண்டி பிடிச்சு வரட்டே. நீங்க வரியா? சும்மா சொன்னேன். மக்கள் അവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കും. என்ன பண்ண முடியும்? என்ற புருஷனுக்கு என்கிட்ட பாசமே இல்லை. കണ്ണേ, ഞാൻ അപ്പടിയൊന്നും சொல்லல. പിന്നെ നീങ്ക എന്നെ ചൊന്നെ? അതാടി പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞില്ലാന്ന്. சரி. എന്നാ ടൈം കളയണ്ട, കിടന്നു. என்னங்க முத்தம் കൂടി തരலையா? എടാ പോങ്കയാ, എനിക്ക് ഒരേ വെക്കം. എനിക്കറിയാം സാറിന് ആ കൊച്ചിനെ കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ കൊച്ചിന്റെ ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്തുള്ള ഡിപ്പാർട്ട്മെന്റ് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തേ. നീരേ വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ ആരോട് പറയാനാ സാറേ? കുറച്ച് വയ്യാത്ത പോലെയൊക്കെ ഇരിക്കും, എന്നാലും അവർ വേഗം വിളിക്കും. മരുന്ന് മേടിച്ച് നമുക്ക് വീട്ടിൽ പോണ്ടേ? ബെസ്റ്റ്. സാർ വിളിക്കുന്നു. എടാ, ഞാൻ അവിടെ ചെന്നിട്ട് എന്താ പറയണ്ടേ? പനിയാണോ, ഫീവറാണോ, പെയിനാണോ, വല്ലതും പറ. യാദവ് കേറിക്കോട്ടോ. എന്ത് പറ്റിയതായിരുന്നു? അത് പിന്നെ പെയിൻ.
പനി ഉണ്ടായിരുന്നോ? ചെറിയൊരു തുമ്മലുണ്ടായിരുന്നു. ഓ ചിലപ്പോ ഇൻഫെക്ഷന്റെ ആവാനായിരിക്കും. താനൊരു കാര്യം ചെയ്യുക, പാന്റും ഇന്നറും ഊരിയിട്ട് തിരിഞ്ഞു നിൽക്കട്ടോ. അതിനതിനാ എക്സാമിൻ ചെയ്യാൻ ഒരു തുമ്മല് വന്നേനോ? ഇത് ഏതാ ഡിപ്പാർട്ട്മെന്റ്? യൂറോളജി. രാവിലെ കെട്ടി ഒരുങ്ങി വന്നോളൂ മനുഷ്യനെ മെനക്കെടുത്താൻ. എടാ പുണ്യമാരെ, നീ എനിക്ക് ഏത് ഡിപ്പാർട്ട്മെന്റാണ് എടുത്തു തന്നെ? യൂറോളജി. നിനക്കൊന്നു സൂചിപ്പിക്കായിരുന്നു അത് യൂറോളജി ആണെന്ന്. അപ്പൊ അത് യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ളതല്ലേ? അയ്യോ ഞാൻ പറയുന്നില്ല, വാ ഇങ്ങോട്ട്. അതെ, രാവിലെ ഞാനൊന്നും കഴിച്ചില്ല. അപ്പൊ മുട്ടക്കറി. മുട്ട ഞാൻ തരാം. ദീപ്തി സിസ്റ്ററെ, ആ G7 പേഷ്യന്റ് ക്യാനിലി ഒന്ന് ഊരണേ. ചേട്ടാ ഒന്ന് മാറിക്കേ. വാടച്ചു വെക്ക്. എടാ അതിനെ കണ്ടില്ലടാ. എടാ വരുവടാ, നീ പെടക്കാണ്ട് അവിടെ നിക്ക്. ആടാ വന്ന് വന്ന് വന്ന്. സോറി ഇച്ച, ബസ് കിട്ടിയില്ല, അതാ ലേറ്റ് ആയത്. ഇച്ച വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. ഇയാൾക്ക് എന്താ ഓർഡർ ചെയ്യണ്ടേ? നാരങ്ങ വെള്ളം മതി ചേട്ടാ. 2 ലൈം. ഇച്ചയോടൊരു കാര്യം ചോദിക്കട്ടെ? എന്നതാ?